एक और आशीषित समय में परमेश्वर के लोगों के साथ मिलकर प्रभु की स्तुति आराधना का मौका दिया। मैं परमेश्वर को धन्यवाद देता हूँ। സഹോദരങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. भाइयों, आपको നിങ്ങൾക്ക് ये समझ വായിക്കണ്ടല്ലോ. में आ रहा है या नहीं मुझे नहीं पता കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. कि हम प्रभु की उपस्थिति में बैठे हैं। നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോദി കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരുങ്ങുക? अगर भारत के माननीय प्रधानमंत्री आपके घर में आए तो आपकी तैयारी कैसी होगी? പ്രധാനമന്ത്രി വരുന്നുവെന്ന് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നിങ്ങൾക്ക് അറിവ് കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ എങ്ങനെയായിരിക്കും ഒരുക്കുക? നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരുങ്ങുക? अगर एक दो हफ्ते पहले आपको पता चल जाए कि प्रधानमंत्री जी आपके घर आ रहे हैं तो आप कैसे अपने घर को तैयार करेंगे और कैसे आप तैयारी करेंगे खुद? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച പരമോന്നതനായ സകല ചരാചരങ്ങളുടെയും ഉടയവനായ സർവശക്തനായ ദൈവം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയേക്കാൾ ചെറിയവനാണെന്ന്? क्या आपको ऐसा लगता है कि इस पूरे ब्रह्मांड को रचने वाला, सारे जीव जंतुओं को रचने वाला, इस जगत की सृष्टि करने वाला सर्वशक्तिमान परमेश्वर प्रधानमंत्री से छोटा है? നിങ്ങൾ ആരെങ്കിലും ഈ മീറ്റിങ്ങിനെ ലാഘവത്തോടെ കാണുന്നെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്. अगर आप में से कोई भी इस सभा को हल्के में ले रहा है तो उससे मुझे यही कहना है, ഇത് വെറും സാധാരണക്കാരുടെ ഒരു മീറ്റിംഗ് ആണ്, അത് എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നെങ്കിൽ, അതിനെ ചെറുതായിട്ട് കാണുന്നെങ്കിൽ ഓർക്കുക, ഇത് സാധാരണക്കാരുടെ മീറ്റിംഗ് അല്ല, സർവശക്തനായ ദൈവത്തിന്റെ മീറ്റിംഗ് ആണ്. अगर कोई भी ऐसे सोचता है कि ये तो साधारण लोगों की मीटिंग है, अगर आप इसको हल्के में लेते हैं, छोटा मानते हैं, तो सोचिएगा ये साधारण लोगों की नहीं, ये सर्वशक्तिमान परमेश्वर की सभा है। ഞാൻ വലിയ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്ന മനുഷ്യനാണ്, കോൺഫറൻസുകളിൽ സംസാരിക്കുന്ന മനുഷ്യനാണ്, എന്നാൽ ചെറിയ മീറ്റിങ്ങുകളിലും സംസാരിക്കുന്ന മനുഷ്യനാണ്. मैं बड़ी बड़ी सभाओं में भी शामिल होने वाला व्यक्ति हूँ, वहां भी प्रचार करता हूँ, पर छोटी छोटी सभाओं में भी मैं शामिल होकर प्रचार करने वाला व्यक्ति हूँ। സഹോദരങ്ങളെ, കർത്താവ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ക്വാളിഫൈഡ് ആയിരിക്കുന്ന വലിയ ചർച്ചുകളിൽ എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത്, അതേ ആത്മാവിലും അതേ ഗൗരവത്തിലുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. भाइयों, परमेश्वर जानता है कि जैसे मैं किसी भी यहाँ की बड़ी कलीसिया में जिस तैयारी के साथ प्रचार करता हूँ, बिल्कुल उसी तैयारी के साथ मैं आपके बीच में भी प्रचार कर रहा हूँ। ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ സമയം 1:30 വരെയാണ്, ഉച്ച വരെയുള്ള സമയം 1:30 വരെയാണ് ഞാൻ ജോലി ചെയ്യേണ്ടത്. मैं ऑफिस में जब काम करता हूँ तो दोपहर को 1:30 बजे तक मुझे काम करना होता है, ഇവിടുത്തെ 2:30ക്കാണ് നിങ്ങളുടെ ഈ മീറ്റിംഗ് ആരംഭിക്കുന്നത്. और वहाँ का जो 2:30 बजे है उस समय ये मीटिंग शुरू होती है। ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരണം, ദൈവവചനം ഒന്ന് തയ്യാറാകണം, കാരണം സംസാരിക്കുന്നതിന് മുമ്പായിട്ട്. 1 घंटे के अंदर मुझे ऑफिस से गाड़ी चलाकर अपने घर पहुंचना है, वचन प्रचार करने से पहले उसकी तैयारी करनी है। ഞാൻ അതുകൊണ്ട് ഓഫീസിൽ നിന്ന് അരമണിക്കൂർ നേരത്തെ ഇറങ്ങും, കാരണം രാവിലെ അരമണിക്കൂർ നേരത്തെ ആരംഭിച്ചിട്ട് അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയാണ് ഓടി ഇവിടെ എത്തുന്നത്. तो इसलिए मैं ऑफिस से आधे घंटे पहले निकल जाता हूँ, सुबह आधा घंटा जल्दी वहां पहुंचता हूँ और छुट्टी से आधे घंटे पहले जल्दी आ जाता हूँ। കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി ഞാൻ ഉത്തരവാദിത്വത്തോടെ ദൈവസന്നിധി നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. क्योंकि परमेश्वर ने मुझे जो काम सौंपा है उसे पूरी जिम्मेदारी से करना मेरा उत्तरदायित्व है। അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ലാഘവത്തോടെ ഒരു മീറ്റിംഗ് എന്ന രീതി മാറ്റി കർത്താവ് എന്നോട് സംസാരിക്കുന്നു, കർത്താവിന്റെ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന ഇടത്തുണ്ട്, കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നു, അവരെന്റെ ചിന്തകളെ അറിയുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം നാം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുക. मैं ये सब इसलिए बता रहा हूं कि हम जब इस सभा में बैठे हैं तो ऐसे ना हो कि बस ऐसे ही एक और सभा चल रही है, बल्कि इस सोच के साथ में बैठे हैं कि हम परमेश्वर की उपस्थिति में हैं, परमेश्वर की सामर्थ हमारे बीच में है, वो हमारे सोच को, हमारे विचार को जानने वाला परमेश्वर है और वही हमसे बात कर रहा है।
ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ മാന്യനായ ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നാം മാന്യതയോടുകൂടി ആ വ്യക്തിയെ കരുതിയില്ല എങ്കിൽ അത് മാനത്തിന് പകരം ആ വ്യക്തിക്ക് അപമാനമായിട്ട് തീരും. जैसे शुरुआत में मैंने बताया, कोई आदरणीय व्यक्ति, सम्माननीय व्यक्ति हमारे यहाँ पे आता है और हम आदर के साथ में उसके साथ बर्ताव नहीं करते हैं, तो वो आदर की जगह उसका अनादर हो जाता है। സഹോദരങ്ങളെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. അത്യുന്നതനായ ദൈവത്തെ നാം അപമാനിക്കരുത്. तो भाइयों, हमें बहुत सावधानी बरतनी है कि सर्वोच्च परमेश्वर का हम अनादर न करें। നമുക്കവനെ സേവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ അവനെ അപമാനിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടിടയാവരുത്. हम चाहे उसकी सेवा न कर पाए, पर कम से कम हमारी जिंदगी से उसका अनादर नहीं होना चाहिए। എൻ്റെ ഹൃദയത്തിൽ വന്ന പ്രേരണ, എൻ്റെ ഹൃദയത്തിൽ വന്ന ദൈവശബ്ദം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. मेरे दिल में जो प्रेरणा आई, परमेश्वर की जो आवाज मेरे मन में आई, वो बस मैंने आपको बता दी। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. मत्ती का सुसमाचार 6 अध्याय 13वें वचन की ओर हम आएंगे। നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम इन दिनों में प्रार्थना के बारे में सीखते आ रहे हैं। ഈ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ഈ പഠനങ്ങളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഭയമാണ്. जब इन वचनों को हम सीख रहे हैं, इन वचनों का जब हम अध्ययन कर रहे हैं, तो प्रार्थना करने में हमें डर लगता है। That is exactly what God wants us to have. और असल में परमेश्वर हमसे यही चाहता है। നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഭയത്തോടെ ഇരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर हमसे यही चाहता है कि जब हम प्रार्थना करने के लिए बैठे हैं, तो एक डर के साथ बैठे। പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയമില്ലല്ലോ സഹോദരങ്ങളെ. भाइयों, बहुत बार जब हम प्रार्थना के लिए बैठते हैं, तो डर तो हमारे अंदर होता ही नहीं है। നിങ്ങൾ ആത്മാർത്ഥതയോടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കുമ്പോൾ ഭയപ്പെടുന്നുണ്ട്? आप थोड़ा ईमानदारी से सोच के देखिएगा कि आप में से कितने ऐसे लोग हैं जो प्रार्थना करते हैं तो उनको डर महसूस होता है। സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ബലഹീനരായ പാപം നിറഞ്ഞ എല്ലാ കുറവുകളുമുള്ള ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ, ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയപ്പെടേണ്ടതല്ലേ? सर्वशक्तिमान परमेश्वर के सामने एक कमजोर व्यक्ति, पाप से भरा व्यक्ति, हर तरह की घटियों से भरा हुआ जो व्यक्ति है, वो जब प्रार्थना करता है तो क्या उसे डरना नहीं चाहिए? മാന്യനായ ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്കോ ആ വ്യക്തി ഇരിക്കുന്ന ഓഫീസിലേക്കോ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ കടന്നു ചെല്ലുന്നത് എത്ര ഭവ്യതയോടെയാണ്, എത്ര ഭയത്തോടെയാണ്, എത്ര ബഹുമാനത്തോടെയാണ്. एक सम्मानित व्यक्ति के घर में या उसके दफ्तर में किसी काम से जब हम जाते हैं, तो हम कितनी शालीनता के साथ में, कितने अदब और डर के साथ में हम उसके पास जाते हैं। സഹോദരങ്ങളെ, പലപ്പോഴും ഭൂമിയിലുള്ള ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനം പോലും പലപ്പോഴും നമ്മുടെ കർത്താവിന് കൊടുക്കുവാൻ നാം മറന്നുപോകുന്നു. पर बहुत बार हम इस धरती के एक इंसान को जितना आदर देते हैं, स्वर्ग के परमेश्वर को उतना भी आदर देना कई बार हम भूल जाते हैं। പലപ്പോഴും എനിക്ക് ഹിന്ദി കൂടുതലായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ തന്നെയും ഞാൻ പലപ്പോഴും ഹിന്ദിയിൽ പാടുന്ന പാട്ടുകളെ ശ്രദ്ധിക്കാറുണ്ട്. मुझे हिंदी ज्यादा नहीं आती है, पर फिर भी हिंदी में गाए जाने वाले गीतों पर मैं ध्यान देता हूँ। എനിക്ക് ചില ഭാഷകളൊക്കെ കൂടുതലായിട്ട് അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ ചില ഭാഷകളെ കുറിച്ച് അറിയാം. कुछ भाषाएं मुझे ज्यादा नहीं आती है, पर थोड़ा बहुत वो भाषाएं आती हैं। നമ്മൾ പാടുന്ന പാട്ടുകളിലേക്കൊന്ന് നോക്കിക്കേ. മനുഷ്യരെ നമ്മൾ ആപ്പ് എന്ന വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കും, വിളിക്കും. എന്നാൽ ദൈവത്തെ വിളിക്കുന്ന പേര് തൂ തേര. അങ്ങനെയല്ലേ നമ്മൾ പാടാറും പറയാറുള്ളത്? आप थोड़ा सोच के देखिए कि हम जब मनुष्य से बात करते हैं तो आप कह के बात करते हैं, इज्जत से बात करते हैं, लेकिन जब परमेश्वर के बारे में गीतों की बात आती है तो तू, तेरा, इस तरह से गीतों में आता है। आप थोड़ा सोच के देखिए। അത് തന്നെ കാണിക്കുന്നത് എന്താണ്? മനുഷ്യനെ ഭയപ്പെടുന്നത് പോലെ ദൈവത്തെ നാം ഭയപ്പെടുന്നില്ലെന്നുള്ളതാണ്. और यही इस बात को दिखाता है कि जैसे हम मनुष्य से डरते हैं, उतना भी हम परमेश्वर से नहीं डरते। അതുകൊണ്ട് എന്താണ് പ്രതിഫലം കിട്ടുന്നത്? അതുകൊണ്ട് എന്താണ് നമ്മുടെ റിസൾട്ട് എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്ക്, ആ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. तो उसका हमें फल क्या मिलता है? आप सोचिए, अपनी खुद की जिंदगी में झांक के देखिए, हमें समझ में आ जाएगा कि इसका फल हमें क्या मिल रहा है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധം അല്ലെങ്കിൽ ദൈവത്തോടുള്ള പ്രതികരണം മാറേണ്ടിയിരിക്കുന്നു. इसलिए मेरे भाइयों, जब हम परमेश्वर के वचन के सामने बैठे हैं,
तो परमेश्वर के रिश्ते के संबंध में जो जो हमारा जो रिश्ता है उसके साथ में उसका तरीका बदलना है, बदलना चाहिए। കർത്താവെ, എന്റെ ജീവിതത്തോട് ഇടപെടണമേ, എന്റെ ജീവിതത്തോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, എന്റെ രീതികളെ മാറ്റണമേ, അങ്ങേ ഭയപ്പെടുവാൻ തക്കവണ്ണം ഏകാഗ്രതയുള്ള ഒരു ഹൃദയവും ഒരു ജീവിതവും എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. प्रभु मेरी जिंदगी से बात कर, मेरे तौर तरीकों को बदल प्रभु, और प्रभु कुछ इस तरह से मेरी जिंदगी में काम कर कि मैं आपके भय में जीने पाऊं, आपके डर में जीने पाऊं। ऐसी प्रार्थना हमें करनी है। നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 13-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. हम 13वें वचन को सीखते आ रहे हैं, वहां लिखा है हमें परीक्षा में न ला परंतु बुराई से बचा। പരീക്ഷയിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നും പലപ്പോഴും ദൈവം പരീക്ഷയിലൂടെ നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാനിടയായി. परीक्षा से हमें बचना क्यों है और कई बार परमेश्वर हमें परीक्षाओं में से गुजारता क्यों है, इस बात को पिछले हफ्ते में हमने देखा। ഈ വാക്യത്തിന്റെ അവസാന ഭാഗം ഞാൻ ഒന്ന് സംസാരിച്ച് ഇന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. और इस वचन के आखिरी हिस्से के बारे में कुछ बातें बताकर मैं आज रोकना चाहता हूं। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിക്കേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. वहां जो लिखा है उस शब्द पर ध्यान दीजिएगा, हमें परीक्षा में न ला परंतु बुराई से बचा। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, എന്നെ രക്ഷിക്കണമേ എന്നല്ല, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് എഴുതിയിരിക്കുന്നത്. वहां ये नहीं लिखा है कि मुझे परीक्षा में न ला, पर ये लिखा है कि हमें परीक्षा में न ला और बुराई से बचा। അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, വി നീഡ് ഈച്ച് അതർ. वहां हमें ये सीखने को मिलता है कि हमें आपस में एक दूसरे की जरूरत है। ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു പോകുമ്പോൾ, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തരുത്, ഇതെല്ലാം ഞങ്ങളെ 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 എന്നാണ് എഴുതിയിരിക്കുന്നത്. इस प्रार्थना को अगर आप फिर से ध्यान से देखें तो वहां पर लिखा है, हमारी दिन भर की रोटी आज हमें दे, जिस प्रकार हमने अपने अपराधियों को क्षमा किया है वैसे ही तू भी हमारे अपराधों को क्षमा कर। और फिर लिखा है, हमें परीक्षा में न ला परंतु बुराई से बचा। മറ്റേതൊരു മതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം. ഒരാൾ മതി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അവരുടെ ദൈവങ്ങളുടെ മുമ്പിൽ ഒരാൾ മതി, അങ്ങനെ അവർക്ക് പ്രസാദിപ്പിക്കാൻ പറ്റും ദൈവത്തെ, അവരുടെ ദൈവത്തെ. दूसरा कोई भी धर्म आप देख लीजिए, वहां पर व्यक्ति प्रमुख होता है, एक व्यक्ति काफी है अपने ईश्वर को, अपने देवता को प्रसन्न करने के लिए। പക്ഷേ നമ്മുടെ മാർഗം അതല്ല, നമ്മുടെ വിശ്വാസം അതല്ല. ഇവിടെ വ്യക്തിക്ക് മാത്രമല്ല പ്രാധാന്യം, ആ വ്യക്തി ഉൾപ്പെടുന്ന ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമുണ്ട്, അവരെ സഭയെന്നാണ് വിളിക്കുന്നത്. पर हमारा मार्ग ऐसा नहीं है, हमारा विश्वास ऐसा नहीं है। हमारे विश्वास में वो व्यक्ति जिस छुटकारे पाए हुए झुंड में शामिल है उसका महत्व है, और उस झुंड को कलीसिया कहते हैं। 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ സഭ എന്താണെന്ന് വളരെ വ്യക്തമായി കാണിച്ചു തന്നിരിക്കുന്നു. 1 कुरिन्थियों 12वें अध्याय में स्पष्ट रूप से बताया गया है कि कलीसिया क्या है। ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തോടെ അവിടെ ഉപമിച്ചിരിക്കുകയാണ്. परमेश्वर की कलीसिया को वहां पर एक मनुष्य के शरीर के रूप में बताया गया है। ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ശരീരത്തിന് പല പല അവയവങ്ങളുണ്ട്. एक मनुष्य की देह को अगर आप देखें, उसकी देह में अलग अलग अंग होते हैं। ഓരോ അവയവങ്ങളും പ്രത്യേകിച്ച് ഒന്നുപോലെയല്ല, ഒന്ന് മൂക്ക് പോലെയല്ല കണ്ണിരിക്കുന്നത്, കണ്ണുപോലെയല്ല ചെവിയിരിക്കുന്നത്, ചെവിയിരിക്കുന്ന പോലെയല്ല നാവിരിക്കുന്നത്. ഓരോന്നും വ്യത്യസ്തമാണ്, വ്യത്യസ്ത രൂപത്തിലാണ്, വ്യത്യസ്ത ഉപയോഗത്തിലുള്ളതാണ്. हर अंग दिखने में अलग अलग होता है। आंख नाक जैसी नहीं होती, नाक जीभ जैसी नहीं होती है, कान एक जो मुंह जैसा नहीं होता। हर अंग दिखने में अलग अलग होता है, अलग अलग तरह का होता है, हर एक का काम भी अलग अलग है। ഈ ശരീരത്തിന്റെ ഒരു അവയവത്തിനും ഈ ശരീരത്തിൽ നിന്നും മാറി ഒരു നിലനിൽപ്പില്ല. इस शरीर का एक भी अंग शरीर से अलग होकर नहीं रह सकता। നമ്മുടെ കണ്ണ് കാണുവാൻ എത്ര സുന്ദരമാണെന്ന് പറഞ്ഞാലും ഈ ശരീരത്തിൽ നിന്ന് ഈ കണ്ണ് മാറിക്കഴിഞ്ഞാൽ അത് ജീവനില്ലാത്തതായി കഴിയും, ഒരു പ്രയോജനവും ഇല്ലാത്തതായിട്ട് തീരും. हमारी आंखें चाहे कितनी भी खूबसूरत क्यों ना हो, अगर हमारे शरीर से अलग हो जाएं तो ना तो वो जिंदा रह पाएंगी और ना ही उसका कोई मतलब रहेगा। നമ്മുടെ കൈകളിൽ എത്ര മസിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ കൈ ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ പോകും, അത് പ്രയോജനമില്ലാത്തതായി തീരും, മറ്റാർക്കും അതുകൊണ്ട് പ്രയോജനവുമില്ല.
हमारे हाथों में चाहे कितने भी डोले शोले क्यों ना हो, अगर हमारा हाथ शरीर से अलग हो जाए तो फिर वो ना तो हमारे किसी काम का है ना किसी और के वो काम आएगा। അതുകൊണ്ട് തന്നെ നാം കേട്ടുകൊണ്ടിരുന്നത് ഈ അവയവങ്ങളൊക്കെയും ശരീരത്തിൽ അതായിരിക്കുന്നിടത്ത് അനുപാതത്തോടെ ചേർത്ത് വെക്കുമ്പോൾ അത് ജീവനുള്ള ഒരു ശരീരമായി, പ്രയോജനമുള്ള ഒരു ശരീരമായി മാറുന്നു. और इसीलिए जब अंग अपनी अपनी जगह पर शरीर से देह से जुड़े रहते हैं तो वो शरीर के काम आते हैं, उपयोगी बने रहते हैं। ദൈവത്തിന്റെ സഭയെ വിളിക്കുന്നത് കർത്താവിന്റെ ശരീരമെന്നാണ്. और परमेश्वर की कलीसिया को मसीह की देह कहा गया है। നമ്മൾ എല്ലാവരും ഓരോ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, വ്യത്യസ്ത രൂപമുള്ളവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളുള്ളവരാണ്, വ്യത്യസ്ത ടെമ്പറമെന്റ് ഉള്ളവരാണ്, വ്യത്യസ്തമായ ഉപയോഗങ്ങളുമുള്ളവരാണ്. हम सबका स्वभाव अलग अलग है, हम सबका व्यवहार अलग अलग है, हम सबका तौर तरीका अलग अलग है, हम सब दिखने में अलग अलग हैं और हम सबका इस्तेमाल भी अलग अलग है, काम भी अलग अलग है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞാനോ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ദൈവത്തിന്റെ ദാസനോ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളോ നമ്മൾ തമ്മിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. मेरे प्यारे भाइयों और बहनों, यहाँ प्रचार करने वाला मैं या अनुवाद करने वाले परमेश्वर के दास या फिर आप में से कोई भी एक परमेश्वर की उपस्थिति में उसकी नजर में हमारे अंदर कोई फर्क नहीं है, हमारे बीच में हम सब उसकी देह के अंग हैं। നിങ്ങളോട് ഞാൻ ചോദിക്കാന്ന് വെച്ചോ, നിങ്ങളുടെ മൂക്കാണോ പ്രധാനപ്പെട്ടത് അതോ നിങ്ങളുടെ ചെവിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തരുന്ന ഉത്തരം എന്തായിരിക്കും? अगर मैं आपसे पूछूं कि आपकी नाक ज्यादा महत्वपूर्ण है या आपका कान ज्यादा महत्वपूर्ण है, तो आप क्या जवाब देंगे? നിങ്ങൾ എന്നോട് പറയും ഇത് രണ്ടും എനിക്ക് ആവശ്യമാണ്, കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രയോജനമുള്ളൂ. आपका जवाब ये होगा कि ये दोनों मेरे लिए जरूरी हैं, क्योंकि ये दोनों होंगे केवल तभी मेरा काम चलेगा। ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നു, അധികം മാനമില്ലാത്തതിന് ദൈവം അധികം മാനം കൊടുത്തിരിക്കുന്നുവെന്ന്. 1 कुरिन्थियों 12वें अध्याय में परमेश्वर का वचन कहता है, जिन अंगों को आदर की घटी थी उन्हें परमेश्वर और ज्यादा आदर देता है। സഹോദര സഹോദരി, അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് വിദ്യാഭ്യാസം കുറവുണ്ടായിരിക്കാം, നല്ല ജോലി ഇല്ലായിരിക്കാം, ഈ ലോകത്തിലെ മാന്യതയോ ഈ ലോകത്തിലെ സമ്പന്നതയോ ഇല്ലായിരിക്കാം, ഞാൻ പ്രയോജനമില്ലാത്തവനാണ്, പ്രയോജനമില്ലാത്തവളാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. भाइयों और बहनों, हो सकता है आप में से कुछ लोग कम पढ़े लिखे होंगे, इस दुनिया के अनुसार आपका ज्यादा आदर मान नहीं होगा, इस दुनिया के अनुसार कोई अच्छी नौकरी आपकी नहीं होगी, पर कभी भी ये मत सोचिएगा कि मेरा कोई मोल नहीं है, मैं महत्वहीन हूं, मैं छोटा हूं, कभी भी ये मत सोचिएगा। കർത്താവ് എനിക്ക് സാക്ഷിയാണ്. ഞാൻ അവിടെ രാജസ്ഥാനിൽ പലയിടങ്ങളിലും വന്നിട്ടുണ്ട് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ. സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അകത്താണ് നിങ്ങളെ കാണുന്നത്. അവിടെയുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും ബഹുമാനിച്ചിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത്. परमेश्वर इस बात को जानता है। मैं पिछले दिनों में राजस्थान में कई जगह पर आया हूं और जब मैं आपसे मिलता हूं, मैं आपको अपने दिल में, आपकी जगह है मेरे, और मैं जैसे वहां के परमेश्वर के दासों का आदर करता हूं वैसे ही आप सबका भी आदर करता हूं। കാരണം നിങ്ങളും അവരുമായി ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ഒരു കുറവുമില്ല. കാരണം നിങ്ങളെ ഒരേ പോലെയാണ് കാണുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരേ അവയവങ്ങളാണ് ദൈവസഭയുടെ. क्योंकि वो परमेश्वर के दास हो या फिर आप लोग विश्वासी जन हो, हम में परमेश्वर की उपस्थिति में कोई फर्क नहीं है, क्योंकि हम सब एक समान रूप से मसीह की देह के अंग हैं। ഇവിടുന്ന് മരിച്ച് നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ പാസ്റ്റർ ഇല്ല, അവിടെ ഇവാഞ്ചലിസ്റ്റ് ഇല്ല, അവിടെ ആരും വലിയവരും ചെറിയവരുമില്ല. അവിടെ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. यहाँ अपनी जिंदगी पूरी करके जब हम स्वर्ग में जाएंगे तो वहां पर न तो कोई पास्टर, ना कोई इवेंजलिस्ट, ना कोई बड़ा ना कोई छोटा होगा, वहां सबके सब सिर्फ परमेश्वर की संतान होंगे। അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും. ഒരുപക്ഷെ എന്നേക്കാൾ അധികം ദൈവത്തോട് അടുത്തിരിക്കുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. तो जब मैं प्रभु की उपस्थिति में खड़ा हूं और उसके साथ आप भी मेरे साथ में प्रभु की उपस्थिति में खड़े हैं, तो हो सकता है भाइयों और बहनों, मुझसे कहीं ज्यादा आप परमेश्वर की नजदीकी में रहे हो, आपने उसको ज्यादा आदर दिया हो।
കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്നേക്കാൾ അധികം നിങ്ങൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ആരും എത്തുന്നതിനേക്കാൾ അടുത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. क्योंकि जो कोई सबसे ज्यादा जितनी ज्यादा वफादारी से विश्वास योग्यता से परमेश्वर के काम को करता है, वो दूसरों से कहीं जल्दी परमेश्वर की नजदीकी में उसकी उपस्थिति में बढ़ेगा। സ്ഥാനവും മാനങ്ങളും മനുഷ്യൻ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ദൈവം നമ്മളെ ഒരുമിച്ച് ഒരുപോലെ വിളിച്ചു ചില വേലകൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. पद और ओहदे या फिर आदर वो मनुष्य देता है, लेकिन परमेश्वर ने हम सबको एक तरह से अलग अलग काम करने के लिए सौंपे हैं। ഇവിടെ നമ്മൾ പഠിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് കാക്കണമേ. यहाँ पर हम इस तरह से पढ़ते हैं वचन में कि हमें परीक्षा में न ला, हमें बुराई से या दुष्ट से बचा। പിശാചിന്റെ പണി എന്തെന്ന് ചോദിച്ചാൽ, അവന്റെ തന്ത്രം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എന്ന് പറയാതെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ആക്കണം. अगर आप पूछें कि शैतान का काम क्या है, शैतान की चालाकी क्या है, तो वो ये चाहता है कि हम कभी भी हम न कहें, हम हमेशा मैं में सिमटे रहें। നമ്മൾ ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നോക്കിക്കേ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റേതെന്നാന്നോ പറയുന്നത് അതോ ഞങ്ങളുടേതാണെന്നോ പറയുന്നത്? पति पत्नी के रिश्ते में आप देखिए, जब भी हम बाहर किसी और के साथ में खड़े हैं तो क्या हम या हमारा कभी कहते हैं या फिर मैं और मेरा का इस्तेमाल ज्यादा करते हैं? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ സഹോദര സഹോദരി, മക്കളെ കുറിച്ച് പറയുന്നത് ഇത് എന്റെ മോനെന്നാന്നോ പറയുന്നത്, ഇത് ഞങ്ങളുടെ മോനെന്നാന്നോ പറയുന്നത്? വീടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ വീടെന്നാന്നോ പറയുന്നത്, ഇത് ഞങ്ങളുടെ വീടെന്നാന്നോ പറയുന്നത്? ഓടിക്കുന്ന സൈക്കിളോ വാഹനങ്ങളോ ആയിക്കൊള്ളട്ടെ, ഇത് എന്റെ വാഹനമെന്നാന്നോ ഞങ്ങളുടെ വാഹനമെന്നാന്നോ പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ സഹോദര സഹോദരി. आप थोड़ा भाई और बहनों थोड़ा सा सोच के देखिए, जब बच्चों की बात करते हैं तो आप क्या कहते हैं, हमारे बच्चे या फिर मेरा बेटा मेरी बेटी, ऐसे बोलते हैं। घर की जब बात करते हैं तो हम कैसे करते हैं, हमारा घर या मेरा घर, हम क्या बोलते हैं? या फिर हमारी साइकिल हो या कोई भी गाड़ी हो, हम क्या कहते हैं, हमारी गाड़ी या फिर मेरी गाड़ी, क्या बोलते हैं हम? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പിശാച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിവിഷൻ കൊണ്ടുവരികയാണ്. ദൈവം ഒന്നിച്ചു വെച്ചിരിക്കുന്നതിന്റെ നടുവിലേക്ക് അവൻ കടന്നു വന്ന് അതിനെ രണ്ടാക്കി മാറ്റുകയാണ് പിശാചിന്റെ തന്ത്രം. मेरे भाई और बहनों, शैतान की चालाकी ये है कि परमेश्वर ने जिसको जोड़ा है उनके बीच में वो फूट डालता है और एक को अलग करता है, विभाजित करता है। ये शैतान की चालाकी है। നമ്മൾ ആദ്യം കേട്ടതുപോലെ ദൈവത്തിന്റെ സഭയെ ഉച്ച നീചത്വങ്ങളില്ലാതെ ദൈവം ഒന്നാക്കി ഒരു ശരീരമാക്കി മാറ്റുമ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് പിശാച് കടന്നു വന്ന് സഹോദരങ്ങളെ എല്ലാം വേറെ വേറെയാക്കി അവൻ മാറ്റുകയാണ്. हमने जैसे पहले सुना कि परमेश्वर ने जब अपनी कलीसिया को ऊंच नीच के बिना एक बनाया है, वहां पर शैतान बीच में आता है, भाइयों के बीच में फूट डालता है, उन्हें अलग अलग कर देता है। പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ വ്യക്തികളെ ഒന്നായി വിളിച്ചിരിക്കുന്നു, മോശ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരെ ഓരോരുത്തരെയായി വിളിച്ചു ദൈവവേലയ്ക്ക്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒന്നിച്ചൊരു ശരീരമായിട്ട് ഒരു ജനമായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. पुराने और नए नियम के बीच फर्क के बारे में अगर आप सोचें तो पुराने नियम में परमेश्वर मूसा हो या नबी हो, कोई भी परमेश्वर के दास लोगों, उनको अलग अलग परमेश्वर ने बुलाया, लेकिन नए नियम में परमेश्वर ने हमें एक साथ, एक झुंड, एक देह के रूप में बुलाया है। ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ മോശയെ വിളിച്ചു, അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഓരോരുത്തരെയായി വിളിച്ചു, അവരെ ഓരോരുത്തരെയായി തന്റെ വേലയ്ക്ക് അയക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ ആദ്യത്തെ പേജുകളിൽ കാണുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരെ ഈ രണ്ടായിട്ട് അയക്കുന്നതായിട്ടാണ് കാണുന്നത്. ये एक बहुत बड़ा विषय है, इसलिए मैं उसकी ओर नहीं जाना चाहता, पर सिर्फ एक बात बोलना चाहता हूं कि पुराने नियम में परमेश्वर एक एक करके वो मूसा को अकेले बुलाता है, नबियों को एक एक करके बुलाता है, अकेले उनको सेवकाई के लिए भेजता है। लेकिन नए नियम के शुरुआती पन्नों में जब हम आते हैं तो हम देखते हैं कि प्रभु यीशु अपने चेलों को दो दो करके सेवकाई में भेजता है। എന്തിനാണ് ഈ രണ്ടോ രണ്ടിൽ കൂടുതലോ ജനത്തെ ഒരുപോലെ ദൈവമാക്കിയിരിക്കുന്നത്? അതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ये परमेश्वर ने इन दो को या दो से ज्यादा को एक साथ इकट्ठा क्यों रखा है, इसके पीछे परमेश्वर का एक उद्देश्य है। എക്ലാസിയാസ്റ്റസ് 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ, സഭാപ്രസംഗി 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. सभोपदेशक 4 का 9 और 10 एक बार पढ़कर देखिएगा। കർത്താവിന്റെ ദാസന ഒന്ന് വായിച്ചാട്ടെ.
two are better than one, for either of them falls, the one will lift his companion. सबोपदेशक 4 का 9 और 10। हाँ, एक से दो अच्छे हैं, क्योंकि उनके परिश्रम का फल अच्छा मिलता है। क्योंकि यदि उनमें से एक गिरे तो दूसरा उसको उठाएगा, परंतु हाय उस पर जो अकेला होकर गिरे और उसका कोई उठाने वाला न हो। താങ്ക് യു പാസ്റ്റർ. അവിടെ നോക്കിക്കേ സഹോദരങ്ങളെ, സഭയുടെ ആവശ്യം എന്താണെന്നറിയാമോ? നമ്മൾ ബലഹീനരാകുമ്പോൾ, നമ്മൾ തത്രപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും വീണു പോകുമ്പോൾ, നമ്മളുടെ ബലഹീനതയുടെ നടുവിൽ, നമ്മുടെ ഭയത്തിന്റെ നടുവിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പ്രാർത്ഥിക്കുവാനും നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളെ എൻകറേജ് ചെയ്യുവാനും തക്കവണ്ണം ദൈവം നമ്മുടെ ചുറ്റും ചിലരെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. हाँ, देखिए भाइयों, परमेश्वर ने किस तरह से इंतजाम किया है कि जब हम अकेले पड़ जाते हैं, या फिर जब हम निर्बल पड़ जाते हैं, जब हम खुद को कमजोर मानने लगते हैं, जब हम हार के सामने होते हैं, जब हम डर के सामने होते हैं, तो परमेश्वर ने कुछ ऐसे लोगों को हमारे साथ खड़ा किया है, जो हमारे साथ आते हैं, दुआ करते हैं, हमें सांत्वना देते हैं, हमें हिम्मत बनाते हैं। നമ്മുടെ സഭയിലുള്ള ഏതെങ്കിലും സഹോദരന്മാരോടോ സഹോദരിമാരോടോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീരസമുണ്ടോ, അവരോട് അകന്നു നിൽക്കുവാനായിട്ട് നമുക്ക് പ്രേരണ കിട്ടാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? हमारे कलीसिया के किसी भी भाई बहन के प्रति क्या हमारे मन में कोई नाराजगी है? क्या हमारे मन में कभी ये आता है कि हम उनसे अलग रहें, दूर रहें? നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും ചിന്തിക്കും, അവരുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ ഉണ്ടെന്ന് ചിന്തിക്കും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മൾ അകന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? हम शायद कई बार ये सोचते हैं कि उनकी जिंदगी में बहुत सारी कमियां हैं, इसलिए हम उनसे दूर हो रहे हैं। पर क्या हमने कभी अपनी जिंदगी की कमियों के बारे में सोचा है? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മൾ ക്ഷമിക്കണമെന്ന്, നമ്മൾ സഹിക്കണമെന്ന്, മറ്റുള്ളവരെ ക്ഷമയോടുകൂടി കരുതിയിട്ട് അവർ ചെയ്ത കുറവുകളൊക്കെയും അവരോട് ക്ഷമിച്ചു കൊടുത്താലേ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കുറവുകൾ ക്ഷമിക്കുകയുള്ളൂ എന്നൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. परमेश्वर का वचन कहता, और पिछले दिनों में इन बातों को हमने सीखा भी है, कि परमेश्वर का वचन कहता हमें माफ करना है, हमें सहना है। अगर हम दूसरों के अपराधों को क्षमा करेंगे, केवल तभी स्वर्ग का परमेश्वर हमारे अपराधों को भी क्षमा करेगा। എന്നിട്ടും നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിന്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് സഹോദര സഹോദരി. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവനെ പിശാചിന് നമുക്ക് പിശാചിനെ എതിരിടുവാൻ കഴിയും. അതുകൊണ്ട് അവൻ നമ്മുടെ ഉള്ളിലേക്ക് പക തന്ന് വിദ്വേഷം തന്ന് നമ്മളെ ആ ശരീരമാകുന്ന സഭയുടെ ഭാഗത്ത് നിന്ന് അവൻ മാറ്റുകയാണ്. फिर भी हम माफ क्यों नहीं कर पाते? अगर हम ये सवाल पूछे तो उसका जवाब ये है कि सिर्फ इसलिए क्योंकि शैतान नहीं चाहता कि हम एक रहें। क्योंकि अगर हम दो से ज्यादा जने इकट्ठे रहे तो हम शैतान पर जीत जाएंगे, उस पर जय पा लेंगे। तो शैतान कलीसिया के बीच में हमें संगठित नहीं देखना चाहता, वो हमें बिखरा हुआ देखना चाहता है, ताकि हम उसके सामने टिक ना सकें। നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഒന്നിച്ച് പ്രാർത്ഥനയോടെ ബലത്തോടെ ഉപവാസത്തോടെ നിന്ന് കഴിഞ്ഞാൽ, നമ്മളിൽ ഒന്നിനെ പോലും പിശാചിന് തൊടാൻ പറ്റത്തില്ല. നമ്മുടെ ഒരാളുടെ കുടുംബത്തിൽ പോലും അവനെ കടക്കാൻ പറ്റത്തില്ല. പക്ഷേ അവൻ അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയായി സഭയുടെ മധ്യത്തിൽ വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. अगर हम एक साथ मिलकर रहें, एक साथ मिलकर प्रार्थना करें, एक साथ मिलकर उपवास करें, तो हम में से एक को भी शैतान छू नहीं सकता, हम में से एक के भी परिवार में शैतान नहीं घुस सकता है। पर ऐसा होने से रोकने के लिए वो क्या करता है? कलीसिया के परिवारों को वो एक एक करके अलग अलग करता रहता है, उनमें फूट डालता रहता है। ഞാൻ പണ്ട് അമ്മച്ചിമാര് പഴമക്കാര് പറയുന്ന ഒരു കഥ ഓർക്കാറുണ്ട്. पिछले पुराने दिनों में माताएं, जो दादी नानी की जो कहानियां वो बताया करते थे, वो मुझे याद आती हैं कई बार। ഒരു കഥ ഞാൻ ഇങ്ങനെയാണ് കേട്ടത്. ഒരപ്പച്ചന് 5 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. एक कहानी मैंने इस तरह से सुनी है कि एक पिता थे, उनके 5 लड़के और 2 लड़कियां थी। അവര് അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്കറിയാമല്ലോ സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗന്ദര്യ പിണക്കങ്ങളുണ്ട്, ചെറിയ പിണക്കങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധാരണ കുടുംബമായിരുന്നു, നമ്മളെ പോലെ തന്നെ അവര്. तो वो हमारी ही तरह एक साधारण सा परिवार था, और हम जानते हैं कि भाई बहन होते हैं तो उनमें आपस में छोटी मोटी नाराजगी, थोड़े बहुत लड़ाई झगड़े, ये सब चलता रहता है। എന്നാൽ ഒരു ദിവസം ഈ അപ്പച്ചനങ്ങ് പ്രായമായി മരിക്കാനായിട്ട് കട്ടിലെ കിടക്കുകയാണ്. पर ये बुजुर्ग हो गए पिता, और वो मृत्यु शैया पर पड़े हैं। അപ്പൊ അദ്ദേഹം ഇളയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പോയിട്ട് നിന്റെ ചേട്ടന്മാരെയും പെങ്ങന്മാരെയും എല്ലാരെയും കൂടെ വിളിച്ചു കൊണ്ടുപോവാ, ഞാൻ മരിക്കാറായി, ഞാൻ മരിക്കാൻ തുടങ്ങുകയാണ്.
उन्होंने अपने छोटे बेटे को बुलाकर कहा, बेटा मैं अभी बस मरने ही वाला हूं, तू जाकर अपने बड़े भाइयों को, अपनी बहनों को बुला कर ला। അങ്ങനെ ഇളയ മകൻ ഓടിപ്പോയിട്ട് ചേട്ടന്മാരെയും പെങ്ങന്മാരെയും എല്ലാം വിളിച്ചു കൊണ്ടുവന്നു. तो छोटा बेटा भाग कर गया, वो बड़े भाइयों को, अपनी बहनों को, सबको बुला कर लाया। അങ്ങനെ മക്കൾ എല്ലാവരും ഈ പിതാവിന്റെ കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. तो सारे बच्चे उस पिता के की खाट के चारों ओर खड़े हैं। പിതാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ തുടങ്ങുകയാണ്. पिता ने कहा कि मैं तुम्हें छोड़कर जा रहा हूं। അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. उससे पहले मुझे तुमसे एक बात कहनी है। നിങ്ങൾ ഓരോരുത്തരും വെളിയിൽ പോയിട്ട് ഓരോ കമ്പ് ഒടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, ഓരോ ചെറിയ കമ്പുകൾ ഒടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. पिता ने उनसे कहा, तुम सब जाओ और हर एक एक छोटी लकड़ी लेकर आए। അങ്ങനെ അവർ വെളിയിലേക്ക് പോയി ചെടികളിൽ നിന്ന് ചെറിയ ചെറിയ ഓരോ കമ്പ് ഒടിച്ചുകൊണ്ട് അകത്ത് വന്നു. तो वो सब के सब बाहर गए, पौधों में से छोटी छोटी लकड़ियां तोड़कर वो अंदर आए। എല്ലാവരും അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ആ മൂത്ത മോനോട് പറഞ്ഞു, മോനെ നീ എല്ലാവരുടെയും കമ്പുകൾ ഒന്നിച്ച് പിടിക്കാൻ പറഞ്ഞു, ഒന്നിച്ച് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. और जब सब लोग लकड़ियां ले आए तो पिता ने बड़े वाले से कहा कि तू सबकी लकड़ियां ले और उसको एक साथ इकट्ठा रख। അവന് മൂത്തയാള് ആ കമ്പുകൾ എല്ലാവരും കൂടെ ചേർത്ത് വെച്ചിട്ട് അവനൊന്ന് കെട്ടി. और बड़े लड़के ने वो सारी लकड़ियां एक साथ मिलाकर बांध दी। എന്നിട്ട് അപ്പച്ചൻ അവനോട് പറഞ്ഞു, മൂത്ത മോനോട് പറഞ്ഞു, നീ സർവ്വശക്തിയും ഉപയോഗിച്ച് അതൊന്ന് ഒടിക്കാൻ പറഞ്ഞു. और पिता ने बड़े लड़के से कहा कि तू अपनी पूरी ताकत लगा के इसको तोड़। അവൻ എത്ര ശ്രമിച്ചിട്ടും അത് ഒടിക്കാൻ പറ്റത്തില്ല, കാരണം 7 കമ്പുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിരുന്ന് കെട്ടിയിരിക്കുക. उसने पूरी कोशिश कर ली पर वो लकड़ी टूट नहीं रही, क्योंकि 7 लकड़ियां एक साथ बंधी हुई हैं। എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഓരോ മക്കളുടെയും കൈ കൊടുക്കാൻ പറഞ്ഞു, ആർക്കെങ്കിലും അത് ഒടിച്ചു കാണിക്കാൻ പറ്റുമോ? तो पिता ने कहा कि सबको कहा कि एक एक करके तुम सब कोशिश करके देखो, देखते हैं कोई भी तोड़ सकता है कि। ആർക്കും അത് ഒടിക്കാൻ പറ്റിയില്ല. कोई भी उसे तोड़ नहीं सका। എന്നിട്ട് ഇളയ മകനോട് പറഞ്ഞു, ആ കെട്ട് അഴിക്കാൻ പറഞ്ഞു, അഴിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓരോ കമ്പുകൾ തിരിച്ചെടുക്കാൻ പറഞ്ഞു. और फिर पिता ने छोटे वाले बेटे से कहा कि उस गठरी को, उसको खोल दे रस्सी को, और फिर अपनी अपनी लकड़ी सब लोग अपने हाथ में ले लो। എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഒടിക്കാൻ പറഞ്ഞു. और फिर पिता ने दोबारा कहा कि तुम अपनी लकड़ी को तोड़ो। എല്ലാവരും ഒരൊറ്റ നിമിഷം കൊണ്ട് കമ്പുകൾ ഒടിച്ച് കൈ വെച്ചു. सबने एक ही झटके में लकड़ी तोड़ दी। അപ്പച്ചൻ പറഞ്ഞു, ഒരു വലിയ പാഠം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. तो पिता ने उस समय कहा, मैं तुम्हें एक बड़ा सबक सिखाना चाहता हूँ। എന്നുവരെ നിങ്ങൾ ഒന്നിച്ച് ഒരു കെട്ടായി നിൽക്കുന്നുവോ നിങ്ങളെ തൊടാൻ ആർക്കും പറ്റത്തില്ല. जब तक तुम इकट्ठे रहोगे, संगठित रहोगे, कोई भी तुम्हें तोड़ नहीं पाएगा। അഥവാ എന്ന് നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കാകുന്നുവോ നിങ്ങളെ നിഷ്പ്രയാസം ഓടിച്ചു ദൂരെ കളയും. पर जिस दिन तुम इस झुंड से अलग होकर अकेले पड़ जाओगे, उस दिन कोई भी तुम्हें बड़ी आसानी से तोड़ सकता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവദാസന്മാർക്കെതിരെ പിശാചിന്റെ പോരാട്ടം വരുന്നത്? ദൈവദാസന്മാർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. मुझे सुनने वाले भाइयों और बहनों, क्या आप जानते हैं कि परमेश्वर के दासों के खिलाफ, कलीसिया के खिलाफ शैतान की ये लड़ाई क्यों सफल होती है? क्योंकि परमेश्वर के दास लोग ही एक साथ एक मन होकर रह नहीं पाते हैं। ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ദേശത്തിന്റെ മേൽ പിശാചിന്റെ പോരാട്ടം ഉണ്ടാകത്തില്ല, നിങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ പിശാചിന്റെ പോരാട്ടം വരത്തില്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പിശാചിന്റെ പോരാട്ടം വരത്തില്ല. കാരണം ഒരാൾ ബലഹീനനാകുമ്പോൾ മറ്റു ദൈവദാസന്മാർ ഒന്നിച്ചുകൂടി നിങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് മുഴങ്കാലിലിരുന്ന് സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളെ തൊടുവാനോ, നിങ്ങളുടെ കുടുംബങ്ങളെ തൊടുവാനോ, നിങ്ങളുടെ സഭകളെ തൊടുവാനോ, നിങ്ങളുടെ ദേശങ്ങളെ തൊടുവാനോ പിശാചിന് കഴിയാതെ വരും. आज मैं पवित्र आत्मा की ओर से परमेश्वर के नाम में आपको चुनौती देना चाहता हूं कि परमेश्वर के दासों, अगर आप एक साथ इकट्ठे रहेंगे, संगठित रहेंगे, तो शैतान कभी आपके खिलाफ काम नहीं कर पाएगा, आपके परिवार के खिलाफ काम नहीं कर पाएगा, आपकी सेवकाई के खिलाफ कभी शैतान काम नहीं कर पाएगा। क्योंकि जब भी एक कमजोर पड़ता है, थोड़ा पीछे होता है, तो आप जब एक साथ घुटने टिकाएंगे, स्वर्ग की ओर जब अपने हाथों को उठाएंगे, तो वो परमेश्वर आपकी मदद के लिए उतरेगा। शैतान कभी भी आप पर सफल नहीं हो पाएगा।
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് എല്ലാവർക്കും പല പല കുറവുകളുണ്ട്, പല പല രീതികളുണ്ട്. ഒരാൾ ചിന്തിക്കുന്ന പോലെ അല്ല വേറൊരാൾ ചിന്തിക്കുന്നത്. എങ്കിലും കർത്താവിന്റെ നാമത്തിൽ പരസ്പരം കുറവുകളെ ക്ഷമിച്ച്, ബലഹീനതകളെ ക്ഷമിച്ച്, ഉള്ളിൽ പകവയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ദൈവസന്നിധി നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇനിയുള്ള കാലം കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. मेरे भाई और बहनों, हम सब के अंदर कोई ना कोई कमी होती है। हम सब का सोचने का तरीका अलग अलग होता है। एक वैसे नहीं सोचता जैसे दूसरा सोचता है, पर हम एक साथ अगर एक दूसरे को माफ करते हुए, किसी के प्रति बैर मन में न रखते हुए, अगर एक मन होकर हम रहते हैं, संगठित रहते हैं, तो आने वाले दिनों में हमारे द्वारा परमेश्वर की महिमा को हम देखने पाएंगे, उसके നമ്മുടെ काम को ചുറ്റുപാട് बढ़ते हुए देखने पाएंगे। നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെയും നോക്കണ്ട, നമ്മുടെ ദൈവത്തെ മാത്രം നോക്കി ഭയപ്പെട്ടാൽ മതി, നമ്മൾ ഒന്നിച്ചു നിൽക്കും. अपने चारों ओर के किसी भी व्यक्तियों को देखने की जरूरत नहीं है, हमें सिर्फ परमेश्वर की ओर देखना है, उसके भय में जीना। अगर हम इतना करेंगे तो हम संगठित बने रहेंगे। നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ഇതാണ്: ഞങ്ങളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് കാക്കണമേ. तो प्रार्थना का विषय हमारा यहाँ पे ये है कि हमें परीक्षा में न ला, हमें बुराई से या दुष्ट से बचा। അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവെ, ഞാൻ മാത്രം പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ സഹോദരന്മാരും സഹോദരിമാരും പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ മാത്രം ആ ദുഷ്ടന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ പോരാ, എന്റെ സഹോദരനും സഹോദരിയും ഒരുപോലെ വിടുവിക്കപ്പെടണം. സഹോദര സഹോദരി, ഈ ആറ്റിറ്റ്യൂഡാണ് ഒരു ദൈവ പൈതലിന്, ഒരു ദൈവദാസന്, ഒരു ദൈവദാസിക്ക് വേണ്ടത്. हम इस बात को सीख रहे हैं कि हम प्रभु से कहते हैं, प्रभु सिर्फ मेरा ही परीक्षा से बचना काफी नहीं है, मेरे भाई को, मेरी बहन को भी परीक्षा से बचा। प्रभु सिर्फ मेरा ही बुराई से या दुष्ट से बचना काफी नहीं है, मेरे भाई को, मेरी बहन को भी दुष्ट या बुराई से बचा कर रख। मेरे भाइयों और बहनों, एक परमेश्वर के दास को, परमेश्वर की संतान को अपने अंदर ऐसे नजरिए को रखने की जरूरत है। എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. സഭയിലുള്ളവരായിക്കൊള്ളട്ടെ, വെളിയിലുള്ളവരായിക്കൊള്ളട്ടെ, ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ, ഒരാൾ തോറ്റുപോകുന്നത് കാണുമ്പോൾ നമ്മളിൽ പലരും ഉള്ളുകൊണ്ട് സന്തോഷിക്കും. അവൻ അത് തന്നെ വരണം, അല്ലെങ്കിൽ അവൾക്ക് അത് തന്നെ വരണമെന്ന് നമ്മൾ പറയും. पर बहुत बार इसका उल्टा होता है, चाहे कलीसिया के अंदर हो चाहे कलीसिया के बाहर हो। जब भी कोई एक हारता है, जब भी किसी पर विपत्ति आती है, कोई दिक्कत आती है, तो हम एक साथ रहने की बजाय हम हट कर ये कहते हैं, उसके साथ तो अच्छा हुआ, उसके साथ ऐसा ही होना चाहिए। ഇത് വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ സഹോദര സഹോദരി? നമ്മുടെ മാനസാന്തരം പൂർണ്ണമായിട്ടില്ല, നാം കർത്താവിനെ വീണ്ടും വണ്ണം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. अगर हम ऐसा करते हैं तो पता है भाइयों और बहनों, ये क्या दिखाता है? इस बात को दिखाता है कि हमारा मन फिराव जो है वो अभी तक पूरा नहीं हुआ है, हमने अभी तक हमारे प्रभु मसीह को जाना नहीं है। മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ 2-3 പേർ ഒന്നിച്ചു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം വരും. നിങ്ങൾ 2 പേർ ഒന്നിച്ചൊരു വിഷയത്തിന്റെ മേൽ ഐക്യമത്യപ്പെട്ടാൽ ഞാൻ അത് ചെയ്തു തരുമെന്ന്. मत्ती 18 के 18 से 20 तक के वचनों में लिखा है, जहां 2 या 3 मेरे नाम से इकट्ठे होते हैं, वहां उनके बीच में मैं उपस्थित होता हूं। और जिस विषय पर तुम में से 2 जन एक मन होकर प्रार्थना करेंगे, मैं उनके लिए उस विषय को पूरा करूंगा। അതുകൊണ്ടാണ് സഹോദര സഹോദരി, ആ ഒരു വലിയ വാഗ്ദത്തം ദൈവം തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വാഗ്ദത്തത്തിൽ എത്താതിരിക്കാൻ തക്കവണ്ണം പിശാച് നമ്മളെ വിഘടിപ്പിക്കുന്നത്. इसीलिए भाइयों, जबकि इतना बड़ा वायदा हमें दिया गया है, तो उस वायदे को पूरा करने के लिए शैतान हमारे बीच में फूट डालता है। നമ്മൾ 500 പേർ ഒന്നിച്ചു കൂടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. 500 പേരിൽ 5 പേരുടെയെങ്കിലും ഹൃദയം ഒരുമനപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം കാണാൻ പറ്റൂ നമുക്ക്. हम 500 लोग अगर एक साथ इकट्ठा होते हैं, उसका कोई फायदा नहीं है, पर कम से कम अगर 5 लोग भी एक मन उनमें होते हैं तो हम कुछ देख पाएंगे। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനായിട്ട് ഒരുമനപ്പെടാം. ഞാൻ എന്നുള്ളത് മറന്ന് ഞങ്ങൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. इसलिए इन दिनों में हम अपनी जिंदगी में एक बदलाव लाएं, मैं की बजाय हम इस तरह से सोचना शुरू करें। ലൂക്കോസിന് ശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഒരു കർത്താവ് പറഞ്ഞ ഒരു കഥ, ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒരു ശമരിയക്കാരന്റെ കഥ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. लूका 10वें अध्याय में प्रभु यीशु मसीह द्वारा बताई गई एक सामरी की कहानी को हम देख सकते हैं। നമുക്കറിയാം, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ശമരിയക്കാരൻ അവിടെ വീണ് കിടക്കുമ്പോൾ ആദ്യമേ വരുന്ന ഒരു പുരോഹിതനാണ്, പിന്നെ വന്നത് ഒരു ലേവ്യരാണ്. ഇവർ രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞുവെന്ന് പറയുന്നവർ ദൈവത്തെ സേവിച്ചു എന്ന് പറയുന്നവരാണ്.
हम जानते हैं कि जब वो डाकुओं से गिर गया था और अधमरा करके डाकू से छोड़कर चले गए, तो सबसे पहले एक याजक आया, उसके बाद में एक लेवी आया। ये दोनों कहते तो हैं कि वो परमेश्वर को जानते हैं, परमेश्वर की व्यवस्था को जानने वाले लोग हैं, പക്ഷെ നമുക്കറിയാം ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവർ രണ്ടുപേരും മുഖം തിരിച്ച് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और हम देख सकते हैं कि वहां कोई फायदा उस व्यक्ति को नहीं होता, वो दोनों मुंह फेर के वहां से चले जाते हैं। ഒരുപക്ഷെ പുരോഹിതൻ ഇങ്ങനെ ചിന്തിച്ചു കാണുമായിരിക്കും, അവൻ ചെയ്തതിന്റെ പ്രവൃത്തിയായിരിക്കും അവൻ അനുഭവിക്കുന്നത്. ലേവ്യക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു കാണുമായിരിക്കും, അവൻ ശ്രദ്ധിക്കാത്ത കൊണ്ടല്ലേ അവൻ വീണുപോയത്, ഇതിനകത്ത് എനിക്കെന്തോ നോക്കാനാണ്, ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയാ. അവനെ ദൈവം ശിക്ഷിച്ചതായിരിക്കും. शायद याजक ने सोचा होगा कि वो अपने कर्मों का फल भुगत रहा है, शायद लेवी ने ये सोचा होगा कि उसने ध्यान नहीं दिया इसीलिए तो वो फंस गया, अब इसमें मैं क्या करूं, उसको तो परमेश्वर ने शायद दंड दिया होगा। എന്നാൽ നമുക്കറിയാം ഒരു ശമരിയാക്കാരൻ അതുവഴി വന്നു. ആ ശമരിയാക്കാരൻ എന്താ ചെയ്തെന്നറിയാമോ? അവനവിടെ അവിടെ ആ കഴുതയെ നിർത്തിയിട്ട് അവൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഇറങ്ങി, തന്റെ തേരിൽ നിന്ന് ഇറങ്ങി വന്നു, ഈ പാവപ്പെട്ടവനെ ശുശ്രൂഷിച്ചു. അവനെ സ്വന്തം വാഹനത്തിന്റെ മേൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവ് ചെയ്തു അവനെ ശുശ്രൂഷിച്ചു. पर हम जानते हैं कि एक सामरी उस रास्ते से गुजरता है, वो इस घायल को देखता है, इसके पास में आता है, इसके घाव साफ करता है, मरहम पट्टी लगाता है, अपनी सवारी पर बैठाकर उसे सराय में ले जाता है, उसकी देखभाल करता है। അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവ് അവസാനം പറയുകയാണ്, ഇതിൽ ആരാ നല്ല അയൽക്കാരനെന്ന്. और वहां पर हम देखते हैं अंत में प्रभु पूछता है कि इनमें से उसका पड़ोसी कौन है या अच्छा पड़ोसी कौन है। അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. കർത്താവ് ചോദിക്കുന്നത് ഇവരിൽ ആരെയാണ് ദൈവം അംഗീകരിച്ചത്, അതാണ് കർത്താവ് ചോദിച്ചത്. असल में प्रभु वहां पे ये पूछ रहा है कि इनमें से किसको प्रभु ने स्वीकार किया। കാരണം മറ്റുള്ളവരുടെ പ്രയാസത്തിൽ ഒരാളുടെ വീഴ്ച കാണുമ്പോൾ സന്തോഷിച്ച് മാറിപ്പോകുന്നവനല്ല, അവരുടെ വീഴ്ചയിൽ അവരോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീണവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. एक आदमी को गिरते हुए देखकर जो वहां से निकल जाता है, दूर हो जाता है, आलोचना करता है, उससे परमेश्वर खुश नहीं होता है, बल्कि जब एक आदमी गिरता है उसके पास में जो आता है, उसके साथ में बैठकर दिलासा देता है, उसकी मदद करता है, उसे फिर से उठने में जो मदद करता है, उससे परमेश्वर प्रसन्न होता है। സഹോദര സഹോദരി, നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ നിങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും പാപത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, വീഴ്ചയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ, അവരെ ശപിക്കുകയോ അവരെ അകറ്റി നിർത്തുകയോ അല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയും അവർക്ക് കൈത്താങ്ങി കൊടുത്ത് ബലപ്പെടുത്തുകയും മറ്റെല്ലാവരും അവരെ തള്ളിക്കളയുമ്പോൾ തള്ളിക്കളയാത്ത ദൈവസ്നേഹത്തിൽ അവരെ ചേർത്തുകൊണ്ട് പാപത്തിൽ നിന്നും വീഴ്ചയിൽ നിന്നും അവരെ വിടുവിക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. भाइयों और बहनों, अपनी कलीसिया में या अपने आसपास आप किसी को पाप में जीते हुए, गिरी हुई जिंदगी जीते हुए आप देखते हैं, तो आप उससे दूर न जाएं, आप उसको दूसरों की तरह अपने से दूर न करें, बल्कि आप उनके निकट जाएं। जबकि दूसरों ने ठुकरा दिया पर आप उसे ठुकराए नहीं, उनके पास में जाएं, उनको दिलासा दें, सांत्वना दें, उनकी जिंदगी में फिर से उनको सुधार की ओर लाने में उनकी मदद करें, उनको फिर से उठने में मदद करें, उनको फिर से सही रास्ते पर आने में मदद करें। നിങ്ങളിൽ പലരും വലത്ത് കൈയുടെ സ്വാധീനമുള്ളവരാണ്, അല്ലെങ്കിൽ ഇടത്ത് കൈ സ്വാധീനമുള്ളവരാണ്. പണ്ടൊക്കെ, ഇപ്പോഴൊന്നും ചെക്കുകളില്ല, പണ്ടൊക്കെ ചെക്കൊക്കെ ഉണ്ടായിരുന്നു, ബാങ്കിലെ ചെക്ക്. സാധാരണ വലത്ത് കൈ വശമുള്ളവര് വലത്ത് കൈ കൊണ്ടാണ് ചെക്കുകൾ സൈൻ ചെയ്യുന്നത്, ഇടത്ത് കൈ വശമുള്ളവർ ഇടത്ത് കൈ കൊണ്ടാണ് ചെക്ക് സൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ചെക്ക് സൈൻ ചെയ്യുന്ന വലത്ത് കൈ ഒടിഞ്ഞെന്ന് വെച്ചോ, ഈ വലത്ത് കൈ ഒടിയുമ്പോൾ ഇടത്തെ കൈ സന്തോഷിക്കുമോ? സാരമില്ല, വലത്തെ കൈ ഒടിഞ്ഞല്ലോ, ഇനി എനിക്ക് ചെക്ക് സൈൻ ചെയ്യാനുള്ള അവസരം കിട്ടും, എനിക്ക് വലിയവനാകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇടത്തെ കൈ ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? हम में से हर एक का अलग अलग हाथ जो वो सही हो, जैसे कोई सीधे हाथ से लिखता है, कोई उल्टे हाथ से लिखता है। पहले चेक हुआ करते थे, आजकल बैंक में चेक कम ही चलते हैं, पर फिर भी हम जानते हैं कोई सीधे हाथ से उस चेक पे साइन करता है, हस्ताक्षर करता है, कोई उल्टे हाथ से करता है। मान लीजिए कि कोई सीधे हाथ से करने वाला आदमी है, उसका सीधा हाथ टूट गया है, अब वो हस्ताक्षर नहीं कर सकता है, तो क्या उसका उल्टा हाथ कहेगा हंसते हुए कि अरे अच्छा हुआ, अब वो हस्ताक्षर नहीं कर पाएगा, अब तो मुझे हस्ताक्षर करने का मौका मिलेगा? क्या ऐसा कभी कहेगा उल्टा हाथ? അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഒടിഞ്ഞുപോയ കൈയുടെ സഹായത്തിന് വേണ്ടി മറ്റേ കൈ എപ്പോഴും ഓടി വരും. അതാണ് ഇവർ രണ്ടുപേരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിന്റെ തെളിവ്. और दूसरा हाथ कभी भी ऐसा नहीं करेगा, नहीं कहेगा, क्योंकि ये जो टूटा हुआ हाथ है उसकी मदद करने के लिए दूसरा हाथ आएगा, और यही इस बात का सबूत है कि ये दोनों के दोनों एक देह के अंग हैं।
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്റെ കടങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ എന്നെ മാത്രമല്ല ഞാൻ ഓർക്കുന്നത്, കർത്താവെ, എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ സഹോദരങ്ങളുണ്ട്, എന്നെ സഹായിക്കുന്നത് പോലെ തന്നെ അവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ പ്രാർത്ഥന. तो जब हम ये प्रार्थना करते हैं कि हमारे अपराधों को माफ कर, हमें परीक्षाओं में न ला, परंतु हमें दुष्ट से बचा, तो हम ये याद करते हैं कि प्रभु सिर्फ मैं नहीं, मेरे साथ में बैठने वाले, दुआ करने वाले और भी मेरे भाई बहन हैं, उनकी भी मदद कर, उनको भी बचा, उनका भी साथ दे। यही एक सच्चे विश्वासी की, सच्चे मसीह के जन की प्रार्थना होनी चाहिए, उसका नजरिया होना चाहिए। ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ദൈവത്തിന്റെ ദാസന്മാർ തമ്മിൽ മത്സരമാണ്, ശുശ്രൂഷകളുടെ മധ്യത്തിൽ മത്സരമാണ്. എനിക്ക് കൂടുതൽ ആളിനെ വേണം, എന്റെ സഭ വലുതാക്കണം. എന്നാൽ ഒരു ദൈവദാസൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, എന്നേക്കാൾ അധികം കൃപ ആ ദൈവദാസനുണ്ട്, എന്നാൽ ആ ദൈവദാസന് വേണ്ടുന്ന ജനം വരുന്നില്ല, സഭയിൽ ആള് കൂടുന്നില്ല, എന്റെ അടുക്കിലേക്ക് അങ്ങ് അയച്ചില്ലെങ്കിലും ആ ദൈവദാസന്റെ ശുശ്രൂഷകളെ മാനിച്ച് ആ ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവദാസനെയും ശക്തമായി ദൈവം ഉയർത്തും. आजकल हम देखते हैं कि परमेश्वर के दासों में आपस में होड़ होती है, उनकी सेवकाइयों में आपस में होड़ होती है। वो कहते हैं मेरी कलीसिया बड़ी होनी चाहिए, मेरी सेवकाई बड़ी होनी चाहिए। पर अगर कोई एक परमेश्वर का दास ये प्रार्थना करता है कि प्रभु मेरे पास लोग जाता है ज्यादा हैं, पर दूसरा एक परमेश्वर का दास है जिसके पास में मुझसे ज्यादा अनुग्रह है, मुझसे ज्यादा वरदान और सामर्थ है, पर उनके वरदानों के अनुसार उनके पास में लोग नहीं आ रहे हैं, तो प्रभु चाहे मेरे पास लोग कम आए तो भी उनके पास लोगों को भेज, उनको इस्तेमाल कर, उनको सेवकाई में इस्तेमाल कर। अगर कोई भी ऐसा विश्वास, ऐसी प्रार्थना करता है परमेश्वर का दास, तो हम इन दिनों में एक बड़ा बदलाव, एक बड़ी आशीष को हम अपनी आंखों से देखेंगे। അങ്ങനെയുള്ള സത്യസന്ധരായ അഭിഷേകമുള്ള ദൈവദാസിദാസന്മാരെയാണ് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത്. परमेश्वर ऐसे नजरिए वाले विश्वास योग्य दासों और दासियों को खोज रहा है। ഇന്നത്തെ രാത്രി കർത്താവ് നമ്മളോടത് സംസാരിക്കുകയാണ്, നമ്മൾ അങ്ങനെയായി തീരണമെന്ന്. और आज परमेश्वर हमसे बात कर रहा है कि हमें ऐसे बनना है। അത് നമ്മളിൽ നിന്ന് തുടങ്ങണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. और परमेश्वर ये कह रहा है कि इसकी शुरुआत हमसे होनी चाहिए। അങ്ങനെ പറയുന്നവർക്ക് മാത്രമേ അന്ത്യനാളിൽ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ കഴിയൂ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ എന്ന്. जो ऐसा कहता और करता है, केवल वही अंत के समय में परमेश्वर से इस वाणी को सुनेगा कि धन्य है तू हे अच्छे और विश्वास योग्य दास या दासी। ഈ ലോകത്തിൽ ഒത്തിരി സഭകളെ പണിതവരോടല്ലത് പറയാൻ പോകുന്നത്, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയവരോടല്ല പറയാൻ പോകുന്നത്, അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ പണിഞ്ഞ് സഭകൾ സ്ഥാപിച്ചവരോടല്ല പറയാൻ പോകുന്നത്. പിന്നെ പറയാൻ പോകുന്നത് ആരോടെന്ന് ചോദിച്ചാൽ, ഭയത്തോടെ ദൈവവചനത്തെ ബഹുമാനിച്ച് ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമി വിട്ടുപോകുന്ന ദൈവദാസന്മാരോടാണ് അത് പറയാൻ പോകുന്നത്. परमेश्वर इस शब्द को बहुत ज्यादा कलीसियाएं शुरू करने वालों से नहीं कहेगा, जिन्होंने बहुत ज्यादा लोगों को बपतिस्मा दिया उनसे नहीं कहेगा, जिन्होंने बड़ी बड़ी इमारतों के रूप में कलीसियाओं को बनाया उनसे नहीं कहेगा, बल्कि उन लोगों को परमेश्वर ये शब्द कहेगा जो नम्रता के साथ, दीनता के साथ परमेश्वर की उपस्थिति में, उसके भय में जीते हुए परमेश्वर की इच्छा को पूरा करते हैं, उसकी इच्छा के अनुसार सेवकाई को वफादारी से करते हैं, उनके लिए परमेश्वर ये शब्द बोलेगा। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट में मैं अपने वचनों को रोकना चाहता हूँ। പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ആദ്യത്തെ 2 കൽപ്പനകൾ മോശ എറിഞ്ഞുടയ്ക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. निर्गमन 32वें अध्याय में हम देख सकते हैं कि मूसा जो आज्ञाएं परमेश्वर लिख कर देता है, उन तख्तियों को तोड़ देता है। 34-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, കർത്താവ് വീണ്ടും, യഹോവയായ ദൈവം വീണ്ടും ആ കൽപ്പനകളെ 2 പലകകളിൽ എഴുതി കൊടുക്കുന്നതായിട്ട്. और 34वें अध्याय में हम फिर से देखते हैं कि परमेश्वर फिर से नई तख्तियों पर उन आज्ञाओं को लिख कर देता है। ആ 2 കൽപ്പനകളും ചേർന്ന് 10 കൽപ്പനകളാണ് മൊത്തമുള്ളത്. उन दोनों तख्तियों पर कुल मिलाकर 10 आज्ञाएं थी। അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഒരു കൽപ്പലകയിൽ 4 കൽപ്പനകളും മറ്റേ കൽപ്പലകയിൽ 6 കാര്യങ്ങളുമാണ്, 6 കൽപ്പനകളുമാണ് എഴുതിയിരുന്നത്. उसमें से एक तख्ती पर 4 आज्ञाएं लिखी थी और एक तख्ती पर 6 आज्ञाएं लिखी थी। ഈ 4 കൽപ്പനകൾ
ഒരു കൽപ്പനകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ള വിഷയങ്ങളുമായിട്ട് എഴുതിയിരിക്കുന്നു. മറ്റേ 6 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് എഴുതിയിരുന്നത്. जिस पर 4 आज्ञाएं लिखी है वो तख्ती इस बात को बताती है कि परमेश्वर से जुड़ी हुई बातों को, कि कैसे परमेश्वर की सेवा करनी है, कैसे परमेश्वर की आराधना करनी है, उन बातों को वो बताती है। जिन पर 6 आज्ञाएं लिखी थी वो मनुष्य से जुड़ी हुई आज्ञाएं हैं। മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരാൾ കർത്താവിന്റെ അടുക്കൽ വന്ന് കടന്നു ചോദിക്കുന്നു, ഗുരു, കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പനകൾ എന്ത്, പ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന എന്തെന്ന് ചോദിച്ചു. मत्ती 22वें अध्याय में एक व्यक्ति आकर यीशु मसीह से पूछता है कि हे गुरु, व्यवस्था में सबसे बड़ी आज्ञा कौन सी है? 22-ന്റെ 37 മുതൽ 39 വാക്യങ്ങളിൽ കർത്താവ് ഈ 2 കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്ന 10 കൽപ്പനയും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ കൽപ്പന കൊടുത്തു. 22 के 37 से 39 तक के वचनों में आप देख सकते हैं, प्रभु इन दोनों कल्पनाओं, दोनों तख्तियों की जो आज्ञाएं थी, उन 10 को मिलाकर वहां पे एक आज्ञा के रूप में बताता है। അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യു ഷാൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ, വിത്ത് ഓൾ യുവർ മൈൻഡ് ആൻഡ് വിത്ത് ഓൾ യുവർ സ്പിരിറ്റ്. वहां पर लिखा and you shall love your neighbor as yourself. वहां पर लिखा है कि तू प्रभु अपने परमेश्वर से अपने सारे मन और अपने सारे प्राण और अपनी सारी बुद्धि के साथ प्रेम रख, और उसी के समान ये दूसरी भी है कि तू अपने पड़ोसी से अपने समान प्रेम रख। സഹോദരങ്ങളെ കേൾക്കണമേ, ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആരാധിക്കുന്നുവോ അതുപോലെ തന്നെ നിന്റെ സഹോദരനെയും സ്നേഹിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. भाइयों, वहां पर लिखा है कि जैसे आप परमेश्वर से प्रेम करते हैं, बिल्कुल उसी तरह से अपने भाई से भी प्रेम करना है। അവിടെ അതാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് സമമെന്നാണ് എഴുതിയിരിക്കുന്നത്. वहां पर यही चीज लिखी है कि जो दूसरी आज्ञा है वो पहली के समान ही है। അതിന്റെ അർത്ഥം മാത്തമാറ്റിക്സിൽ പറയുകയാണെങ്കിൽ 2 = 1 + 1. അതായത് കണക്കിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ 2 = 1 + 1. यानी इसका मतलब वो है कि 2 बराबर 1 और 1, वो दोनों एक ही समान है, बराबर है दोनों आज्ञाएं। എന്ന് പറഞ്ഞാൽ സമത്തിന്റെ അപ്പുറവും സമത്തിന്റെ ഇപ്പുറവും ഒന്ന് തന്നെയാണ്. यानी इसका मतलब बराबर के इधर और उधर समान अंक हैं। ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണമെന്നുള്ളത് സമത്തിന്റെ ഇപ്പുറത്തും, അത് സമത്തിന്റെ അപ്പുറത്ത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ളത്. यानी बराबर के एक तरफ है, तू अपने परमेश्वर, अपने प्रभु से अपने सारे मन और अपने सारे प्राण और अपनी सारी बुद्धि के साथ प्रेम रख, और उसी के समान बराबर के सामने है, तू अपने पड़ोसी से अपने समान प्रेम रख। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വചനം കേട്ടതനുസരിച്ച് മുന്നോട്ടുള്ള നാളുകളിൽ സഹോദരങ്ങളെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും അവരുടെ ദുഃഖങ്ങളിൽ അവരോട് പങ്കുചേരുവാനും അവരെ ബലപ്പെടുത്തുവാനുമുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഏറ്റെടുക്കണം. तो भाई और बहनों, इस वचन, सुने हुए वचन के आधार पर हम इस बात को स्वीकार करें कि मुझे अपने भाई से अपने समान प्रेम करना है, उनके सुख दुख में उनके काम आना, उनके लिए दुआ करना, उनका साथ देना, ये मेरी जिम्मेदारी है। ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, നിങ്ങളോട് ദൈവം ഇപ്രകാരം കൽപ്പിക്കുകയാണ്, മറ്റുള്ള ദൈവദാസി ദാസന്മാരുടെ മത്സരം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ദാസനായിരിക്കേണ്ടതിന്, പിശാചിന്റെ ദാസൻ അല്ലാതിരിക്കേണ്ടതിന് മറ്റുള്ള ദൈവദാസന്മാർക്ക് കൈ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായി നമുക്ക് തീരാം. और परमेश्वर के दासों और दासियों से परमेश्वर का ये कहना है कि इसलिए कि आप शैतान के नहीं, मसीह के दास और दासी बने, आप दूसरे दासों और दासियों के साथ में होड़ न करें, प्रतिस्पर्धा न करें, बल्कि उनके साथ हाथ मिलाएं, उनके लिए प्रार्थना करें, उनकी मदद करें, उनको दिलासा दें, हिम्मत बंधाएं। ഹൃദയത്തിന് ഭാരമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് പകയായി തീരാതെ ദൈവത്തിന്റെ സന്നിധി കൊടുത്ത് പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ശത്രുവായിരിക്കുന്നവരെ മിത്രങ്ങളാക്കി ദൈവത്തിനെ മാറ്റുവാനായിട്ട് കഴിയും. जब दूसरों की किसी बात से आपके दिल को ठेस पहुंचती है, आपको बुरा लगता है, तो वो बैर में बदलने की बजाय उनके साथ में आप अगर मिलजुल कर रहते हैं, उस बैर को अगर आप हटाते हैं, माफ करते हैं, तो आप आपस में भाई बहन बनकर एक साथ मिलकर परमेश्वर की सेवा में, उसकी आराधना में आगे बढ़ सकते हैं। കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ തോൽവി ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ക്ഷമയ്ക്കായി യാചിക്കാം.
മുറിഞ്ഞു പോയിരിക്കുന്ന ബന്ധങ്ങളെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ചു ചേർക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ അവരോട് ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് ഒന്നായിട്ടിരിക്കാം. പുതിയൊരു ജീവിതം നമുക്ക് ആരംഭിക്കാം. पिछली जिंदगी में आई हुई हार के लिए हम परमेश्वर से माफी मांगे। हमने किसी का दिल दुखाया, उनसे माफी मांगे। किसी ने हमारा दिल दुखाया, उनको हम माफ करें, आपस में मेल मिलाप करें और हम एक नई जिंदगी की शुरुआत करें। ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ്. फिलिपियो 3 का 13 और 14 पढ़कर मैं रोकना चाहता हूँ। One thing I do, forgetting what lies behind and reaching forward to what lies ahead, I press on toward the goal for the prize of the upward call of God in Christ Jesus. ഒന്ന് ഞാൻ അറിയുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട്. ദേവദാസൻ ഇത് വായിച്ചേ, ഇംഗ്ലീഷ്, ഹിന്ദിയില്. फिलिपियो 3 का 13 और 14। एक काम मैं करता हूँ, जो बातें पीछे रह गई हैं उनको भूलकर आगे की बातों की ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूँ, ताकि वह इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है। കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് താണിരുന്ന് ഈ വചനത്തിന് പൂർണ്ണമായി നാം കീഴ്പ്പെടുന്നുവെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ നഷ്ടങ്ങൾ അവിടുന്ന് ലാഭമാക്കി നമുക്ക് മാറ്റും. पिछले दिनों में जो कमियां हमारी जिंदगी में आई, अगर उनसे पूरी तरह से हम मन फिराकर परमेश्वर की उपस्थिति में वापस आते हैं, तो पिछले दिनों में हुए नुकसान को वो हमारे लिए लाभ में बदल देगा। നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം കടന്നു വരും, ശുശ്രൂഷയിൽ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. हमारे दिल में हमें चैन मिलेगा, परिवार में शांति आएगी और उसका बदलाव हमें सेवकाई में नजर आएगा। കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ രണ്ടുപേരെയും കർത്താവാത്മാവിനാൽ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ദാസീദാസന്മാർക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെ ഹൃദയങ്ങളോടും കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം നഷ്ടപ്പെട്ടു പോകാതെ അനുസരിക്കുന്ന ഒരു ജനമായി, അങ്ങേ ഭയപ്പെടുന്ന ഒരു ജനമാക്കി ഓരോരുത്തരെയും തീർക്കണമേ കർത്താവെ. അവരെ അനുഗ്രഹിക്കണം, അവരുടെ ശുശ്രൂഷകളെ സ്വർഗം മാനിക്കണം, കുടുംബങ്ങളെ മാനിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഇത് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. हम अपनी आंखों को बंद रखेंगे, एक बार फिर प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। आपकी सेव परमेश्वर, आपके इस समय के लिए धन्यवाद जो आपने हमारी जिंदगियों में दिया प्रभु। अलग अलग जगहों से प्रभु इस तरह से एक साथ जुड़ने का आपने एक और बार हमारी जिंदगी में मौका दिया, हम आपका धन्यवाद करते हैं। खास तौर से धन्यवाद करते हैं आपके दास के लिए प्रभु, जो फिर से प्रभु आपके सामर्थी वचन को हमारे बीच में लेकर आए प्रभु। ये वचन जो हमें परमेश्वर अंदर से प्रभु जी जो छेदता है परमेश्वर, जो वार पार छेदने वाला परमेश्वर का वचन प्रभु, वो हमारी जिंदगियों में एक बदलाव इन दिनों में लाने पाए प्रभु। हम प्रार्थना करते हैं, धन्यवाद करते हैं आपके दास के समर्पण के लिए प्रभु। हम उनको, उनके परिवार को, उनकी सेवकाई को प्रभु जी, उनकी नौकरी को, सब कुछ हम आपके हाथों में समर्पित करते हैं। उन्हें संभाल, अपने लहू के तले सुरक्षित रख, बहुतों के लिए एक बड़ी आशीष का कारण बना प्रभु। आए हुए सारे भाइयों को, बहनों को, सारे दास दासियों को हम आपके हाथों में समर्पित करते हैं प्रभु। ये वचन हम सबकी जिंदगी में प्रभु एक बड़े बदलाव का प्रभु और आपकी उपस्थिति में प्रभु आत्मिक उन्नति का एक कारण बनने पाए प्रभु। इन दिनों में परमेश्वर हम मैं से हम की ओर बढ़ने पाए प्रभु जी। हम परमेश्वर स्वार्थ से ऊपर उठकर प्रभु आपकी इच्छा के अनुसार परमेश्वर सेवकाई में आगे बढ़ने के लिए तैयार होने पाए। अब परमेश्वर आत्मिक जिंदगी में प्रभु स्वार्थ से ऊपर उठकर परमेश्वर हम आपकी इच्छा में आगे बढ़ने वाले बनने पाए प्रभु। हम प्रार्थना करते हैं, हम सबकी मदद कर, सहायता कर इन दिनों में प्रभु जी, और उसके अनुसार प्रभु जी हमारी जिंदगी में जहां बदलाव की जरूरत है प्रभु, उस बदलाव को लाने में पवित्र आत्मा हमारी मदद करने पाए। सारी बातों के लिए हम आपका धन्यवाद करते हैं प्रभु परमेश्वर, सारे उपकारों के लिए हम आपका धन्यवाद करते हैं। हमारी प्रार्थनाओं को सुना, उत्तर दिया, धन्यवाद। यीशु मसीह के नाम से हम मांगते हैं, आमेन आमेन। पास्टर जी बेनेडिक्शन। പാസ്റ്റർ ആശീർവാദം പറഞ്ഞു. बेनेडिक्शन। हाँ जी पास्टर। അല്ലല്ല, പാസ്റ്റർ പറഞ്ഞു, കുഴപ്പം ഹിന്ദിയിലാവുമ്പോഴേ കുഴപ്പമില്ല. आइए हम आशीर्वाद बोलेंगे। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दोबारा आगमन तक होती रहे।